ഉമ്മാൻ്റെ മോണ് കൊണ്ടുവന്നിട്ടുള്ള പാക്ക് അയക്കാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ പാക്ക് ഇന്നലത്തെ ഞാൻ പാക്കൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു ഒരു ബ്ലൂ ബാഗിൽ നിന്ന്. അതിന്നാണ് ഈ കുനാഫ ചോക്ലേറ്റ്. അല്ലാഹു റബ്ബി കാണിക്കാവേ ഞമ്മളെ. വെൽക്കം ബാക്ക് ടു മൈ മലബാർ മുഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ മോണ് കൊണ്ടുവന്നിട്ടുള്ള പാക്ക് അയക്കാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ പാക്ക് ഇന്നലത്തെ ഞാൻ പാക്കൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു ഒരു ബ്ലൂ ബാഗിൽ നിന്ന്. അതിന്നാണ് ഈ കുനാഫ ചോക്ലേറ്റ്. ആൻഡ് ഇത് പിന്നെ ഇതെന്തിനാ ചോക്ലേറ്റ് പാക്ക് ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു കവറാണ് കേട്ടോ. അതിനാണ് ഇതാക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ബാഗ് പാക്കിങ് നോക്കാം. ഷാലെടുത്ത ബാ, ഷാലിട്ട് ബാ. കവറിലൂടെ ഉണ്ട്. പിന്നെ പാക്കിങ് ഓ റബ്ബേ ഇതവൻ ലോക്കായിട്ടിരിക്കണ. എടുത്തു ഞാൻ ഇന്റലിജന്റ് ആണ്. 000 കോഡാണ്. അതാണ് നോർമൽ എല്ലാവരും ഇടുന്നത്. എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ട് ബാഗ്. അല്ലാഹു റബ്ബി കാണിക്കാവേ ഞമ്മളെ ചോക്ലേറ്റിൻ്റെ കൈപ്പോഴെല്ലാം വീഴുന്നു. കണ്ട കൊതിപ്പിക്കുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇത് കുട്ടികൾക്കാണ്, കുട്ടികൾക്കുള്ള സാധനങ്ങൾ. ഇത് ബ്രഷ്, ഡെൻറ്റൽ ഫ്ലോസ്. ഇത് കുട്ടികൾക്കുള്ളതാണ്. ബ്രഷ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മക്ക് എടുത്ത് വെച്ചു. ഇത് മൊയ്സ് ഇഷ്യൂല. അത് ബ്രഷ് നിക്ക്. ഇത് മൊയ്സിൻ്റെതാണ് കേട്ടോ. ഇത് ബ്രഷ്. അപ്പൊ ബ്രഷൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഏട്ടത്തിക്കൊന്ന് കൊടുക്കണം. ഇതാ റഫല്ലോ കളക്ഷൻ. ഇത് എൻ്റെ മൊയ്സിൻ്റെതാണ് കേട്ടോ. മിശ്രിയൊക്കെ ഞാൻ നാളെ തന്നെ അയച്ചു കൊടുക്കും. മിശ്രി എൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. അത് കൊടുക്കണം. ഇത് ഇഷ്യൂബായിരിക്കും മേ ബി. വാവ്, എൻ്റെ ഫേവറേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്. സോ എനിക്ക് ഞാനും വേറെ ഒന്നും ചോക്ലേറ്റ് കഴിക്കാറില്ല കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാണ് എൻ്റെ ഫേവറേറ്റ്. സോ ഡാർക്ക് ചോക്ലേറ്റ് എനിക്കാണ്. അത് കുട്ടിയുടേതാണ്. ഇത് നോർമൽ എല്ലാവരും കൊണ്ടുവരാറില്ല. ഡേസ് രണ്ട് പാമ്പ്. എനിക്ക് വേണ്ടതിൻ്റെ ആവശ്യമില്ല. റബ്ബി ഞാൻ പറഞ്ഞില്ല ബ്രദർ എപ്പോൾ വന്നാലും ഇതായിരിക്കും ചോക്ലേറ്റ്. എനിവേ എനിക്ക് കൺഫ്യൂസ്. നമ്മുടെ ഫേവറേറ്റ് പേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടീത്ത്, നല്ല രസമുണ്ട്. ഇത് മൊയ്സ് കളിക്കുന്ന സാധനം. മൈ ഗോഡ്, മൊയ്സ് നോക്കൂ. മൊയ്സ് കാരണം ചോബി കൊടുത്താലോ. ചോബി കൊടുക്കാം. ചോബി പാവാണ്, അവൾക്ക് കളിക്കാനില്ല. ഇവരാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും. ഇതാ രണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചോബി കഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മൊയ്സിന് വാട്ടർ ബോട്ടിൽ. അങ്ങനെ മൊയ്സ് കൊണ്ട് അല്ല റബ്ബി, മൊയ്സ് കൊണ്ട് അല്ല. ഇത് ചോബി കൊടുക്കാം. ഇത് ചോബി കഴിച്ചു കൊടുക്കാം. ഇത് മൊയ്സിക്ക് ആൻഡ് ഇഷുക്ക് രണ്ടാൾക്ക്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഫേവറേറ്റ് സാധനം എന്താണെന്ന് അറിയോ? ഇത് ഉമ്മാൻ്റെ ഫേവറേറ്റ്. ഉമ്മാൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഫേവറേറ്റ് ആണ്. ഇത് എടുത്ത് വെച്ചു. പിന്നെ ഇത് കുട്ടികൾക്കാണ് കേട്ടോ. പിന്നെ ഇത് സ്പ്രേ ആണ്. ഇതും കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഏട്ടത്തിൻ്റെ കുട്ടിക്ക് നാളെ തന്നെ പാക്ക് ചെയ്യും ഞാൻ. കാരണം ഇവിടെ വെച്ചാൽ നിൽക്കില്ല. ഇതൊക്കെ സ്പ്രേ ആണ്. എനിക്ക് റൂം സ്പ്രേ അത്ര താല്പര്യമില്ല. കണ്ടില്ലേ, ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്. ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ഇഷ്യൂ വേണമായിരുന്നു. ഇഷ്യൂ ആണെങ്കിൽ ഇതൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് അത് പേഷ്യൻ്റ്. ഇത്
ഞാനിപ്പോൾ കൊടുക്കാറില്ല. ഇത് പെൻസിൽ ഇരേസർ ഞാൻ പറഞ്ഞതാണ് അവർക്ക് ഒരു പെൻസിലെല്ലാം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഇതും പെൻസില്, ഡാർക്ക് പെൻസില്. ഇത് രണ്ടാൾക്ക് കമ്പോക്സ് ബോക്സ് ആൻഡ് പെൻസിലാണ്. പക്ഷെ ഇത് എടുത്ത് വെക്കും, ഇപ്പോൾ കൊടുക്കാറില്ല. അതല്ല അപ്പുറം ഇപ്പം എടുക്കണ്ട. ഇത് പെൻസിലാണ്. അല്ല അത് കാട്ടോ നോക്കിത്. ഇത് നോക്കൂ, ഗിഫ്റ്റ്. അത് കുട്ടികൾക്ക് ഡ്രോയിങ്. ഓ മൈ ഗോഡ്, ഈശുക്ക് ഡ്രോയിങ് ബുക്ക് കൊണ്ടുണ്ട്. അപ്പോൾ ഈശു ഡ്രോയിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഡ്രോയിങ്ങിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാറില്ലെങ്കിൽ. ഓ ഇതാ ഇരേസർ. ഇത് നോക്കൂ, ഇരേസർ. ഇത് ചോക്ലേറ്റാണ്, ഇത് ചോക്ലേറ്റാണ്, ഇത് ചോക്ലേറ്റാണ്, ആൻഡ് ഇത് ചോക്ലേറ്റാണ്. ഇപ്പം ഞാൻ കൺഫ്യൂസ് ആയത് എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് എന്താണെന്നറിയില്ല. ഇതൊരു മിക്സറാണ്, ചോക്ലേറ്റ് അല്ല, ഇത് മിക്സറാണ്. മിക്സർ പോലെയാണ് എനിക്കല്ല കേട്ടോ. ഈ നട്ട്സാണോ ഒന്നും എന്താ സ്നാക്ക്. ഇത് സ്നാക്സാണ് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇത് മിൽക്ക് ചോക്ലേറ്റാണ്, മിൽക്ക് ചോക്ലേറ്റ്. ഇതൊക്കെ ഒരു ഓപ്ഷനിലാണുള്ളത്. ഇത് കുട്ടികൾ ആർക്കൊന്ന് കൊടുക്കണം എനിക്കല്ല. 40 കവറുമ്പോ തന്നിട്ട് 40 കവർ ചിപ്സ്. ഇത് അവിടെ അങ്ങനത്തെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. ട്രഫിൾസ്, ഇതൊരു ചോക്ലേറ്റാണ്. പിന്നെ ഇത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് സീസണൽ സീഡ്സ് ആണ്. ഇത് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് വിത്ത് ഇത് ഹെസൽനട്ട്സ് ആണ് കേട്ടോ, നമ്മളെ ഹെൽത്തിന് വേണ്ടി. അത് എനിക്കാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി എനിക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇത് ഒലിവ് ഓയിൽ. ഇത് ഉമ്മാക്കാണ് കേട്ടോ, ഒറിജിനൽ ഒലിവ് ഓയിൽ. ഇത് തെല്ലനൊക്കെ തരണോ പാലിക്കുപ്പി ഒറിജിനൽ ഒലിവ് ഓയിൽ. ഇതൊന്ന്. ഇത് കുട്ടികൾക്കാണ് ചോക്കോ റൈസ് കൊണ്ടുവന്നത്. ഇതൊരു ബിസ്ക്കറ്റാണ്, ചോക്ലേറ്റാണ്. ഇതെല്ലാം പ്രോട്ടീൻ ബാറാണ്. പ്രോട്ടീൻ ബാറെല്ലാം കഴിക്കണം. പ്രോട്ടീൻ ബാറെല്ലാം അവൻ കൊണ്ടുവരുന്നത് എനിക്ക് തന്നെയാണ്, ഏതാർക്കും കൊണ്ടുവരില്ല. ഇതൊക്കെ എന്നോട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജലസാവണ്ട, അങ്ങനെ വേണം. സ്നേഹം എന്നും ഉണ്ടാവട്ടെ, ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഇത് പ്രോട്ടീൻ ബാറാണ്. അപ്പോൾ അതവിടെ വയ്ക്കുക ഞാൻ, പ്രോട്ടീൻ ബാർ. ഇത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ടിലൂടെ അയക്കട്ടെ. ഈ ചോക്ലേറ്റൊക്കെ വെറൈറ്റി ചോക്ലേറ്റ്. ഇല്ല ഇതാ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ഓരോരോ ചോക്ലേറ്റായിട്ട് ഷോർട്ടിലൂടെയാണ്. അതാണല്ലോ രസം. ഷോർട്ടിലൂടെ ഒന്ന് പറയുന്നത് പറഞ്ഞാൽ സോറിട്ട്, അത് പ്രോട്ടീൻ ബാർ അല്ല, ഇതാണ് പ്രോട്ടീൻ ബാർ. ഇതാണ് എനിക്ക് കൊണ്ടുവന്നത്. പിന്നെ ഇത് ജെല്ലി ടൈപ്പാണ്, എനിക്ക് ഇഷ്ടമല്ല. ഇത് കേൾസിക്കാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഡാർക്ക് ചോക്ലേറ്റ് ഇതെല്ലാം എനിക്കിഷ്ടമുള്ള സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് ടേസ്റ്റ് ചോക്ലേറ്റ് ഞാൻ കഴിക്കാറില്ല. ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇത് ഡാർക്ക് ചോക്ലേറ്റ്, ഒരുപാട് ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നത്. ഇത് ആൽമണ്ടിൻ്റെ ചോക്ലേറ്റാണ്. മൈ ഗോഡ്, എനിക്ക് ഒരുപാട് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് എനിക്ക് ഉമ്മാക്കട്ടോ ഡാർക്ക് ചോക്ലേറ്റ്. ഇനി എനിക്കിന്ന് മാത്രം വിചാരിക്കണ്ട. ഇത് പ്രോട്ടീൻ ബാറാണ്. നീ ഇപ്പം ചോദിക്കണ്ട. എനിക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് കാണുമ്പോൾ ചോക്ലേറ്റ് ഒന്നും തിന്നാൻ തോന്നില്ല. കുറച്ച് ചോക്ലേറ്റ്സ് കാണാൻ മാത്രം ചോക്ലേറ്റ് വേണമെന്ന് തോന്നുന്നു. ഇങ്ങനെ എന്നാ ഡാർക്ക് ചോക്ലേറ്റ് അല്ലാണ്ട് വൈറ്റ് ചോക്ലേറ്റ്, കോക്കനട്ട്. അപ്പം നീ പോയാൽ ഞാൻ എങ്ങനെ ഓതിയാക്കും? നീ ഒരു പിസാക്കി എനിക്കൊരു വലിയ കവർത്താൻ. ഇത് ന്യൂട്രല്ലേ, മൊയ്സിക്ക് എടുത്ത് പോയി. ഇത് എടുത്ത് പോയി.
അത് 2 ബോട്ടിൽ ന്യൂട്രല്ല ഉമ്മ നീ എന്ത് പറയരുത് കൈക്ക് എന്ത് നിക്ക് ബാഗ് തന്നാൽ കൈപ്പേ എന്ത് കൊടുത്താലും എന്ത് തിന്നാലും അതിനൊരു കുറ്റം പറയാതെ ഉമ്മ ഇരിക്കൂല മേലല്ല എപ്പോഴും നോക്കി ഞാൻ ഏത് ടൈം നോക്കുന്നുണ്ടോ ഇതൊക്കെ പ്രോട്ടീൻ ബാറാണ് നല്ല ചോക്ലേറ്റ് കൊണ്ടുവന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇനി പൊട്ടിക്കണോ പൊട്ടിക്കാത്തതാണെന്ന് അറിയില്ല ഇതൊരു സ്നാക്കാണ് വാങ്ങിയത് അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് കൺഫ്യൂസ് ആണ് എന്താ ചെയ്യുന്നതല്ല അത് ഞാൻ എല്ലാം ഉപ്പൊന്ന് ബോക്സിൽ പൊട്ടിച്ചിട്ടിടാം നല്ല ക്ഷീരമാണ് പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ദുബായ് ചോക്ലേറ്റ് ഞാൻ പൊട്ടിക്കുന്നില്ല പൊട്ടിക്കുന്നതും വേണ്ടതാണ് ഇതൊക്കെ ചോക്ലേറ്റാണ് അത് കൊടുക്കുന്ന ചോക്ലേറ്റ് നിക്ക് വേറെ വേറെ ഒന്നും നിക്ക് ചോക്ലേറ്റ് അത് കൊടുക്കുന്ന ചോക്ലേറ്റ് നിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അല്ല വിനായി തണ്ട നിക്ക് സബറാക്ക് മക്ക കൊടുക്ക കൊടുക്കാതില്ല ഒന്നും ചോബി വെക്കട്ടെ നമ്മള് കോട്ടി കവറാക്കണം ഇതിപ്പം ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റില്ല കണ്ടില്ല നമ്മൾ കാണിക്കാനുണ്ട് അരിയിലൊക്കെ പോയി കവർ വരവും കൊണ്ടൊന്നും പാടാണ് എന്താണെന്ന് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമല്ലോ കുഞ്ഞമ്മലെ കവർ കണ്ടില്ലേ അല്ല ഇന്നുണ്ട് ചോക്ലേറ്റ് കൊടുക്കാണ് എല്ലാം ആയിട്ടുണ്ട് ഓക്കെ ഞാൻ കെട്ടി വയ്ക്കുന്നില്ല അനിയൻ പിന്നെ വരും എന്ത് ചെയ്യുന്നു കഴിക്കാം അപ്പോൾ നമുക്ക് അപ്പോൾ ബാഗ് ചോക്ലേറ്റ്സ് ഇത്ര കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ 40 പാക്സ് ആണ് ഇതിലിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എല്ലാ നെയ്ബേഴ്സ് കൊടുക്കാണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഷുഗറുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇതാ ഇത്ര ഡാർക്ക് ചോക്ലേറ്റ് കളക്ഷൻസ് ഉണ്ട് ഇത്തിരി ഉള്ളു കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ ഷുഗറുള്ള പേഷ്യൻസിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നെയ്ബേഴ്സിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അവർക്കൊരാഗ്രഹമല്ലേ അപ്പോൾ ഞാൻ അതിനാണ് ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഈ പ്രാവശ്യം പറഞ്ഞത് ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ എല്ലാവരും ചോക്ലേറ്റ് കഴിക്കുന്നില്ല സോ അതുകൊണ്ടാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പിച്ചത് എന്തായാലും അവൻ ചെറുത് കൊണ്ടുവരണമായിരുന്നു വലിയത് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആരാണ് ഷുഗർ പേഷ്യൻ്റ് ഉള്ളത് അവർക്ക് മാത്രം ഒന്ന്
കൊടുക്കാന്നുള്ളത്. നാട്ടുകാർക്ക് മൊത്തം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഒരുപാട് ചോക്ലേറ്റൊക്കെ കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഗൾഫിലൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും കുറച്ച് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ തന്നെ ഒന്ന് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ കുട്ടികൾക്ക് ഒന്നോ രണ്ടെല്ലാം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് ഉള്ളവർക്ക് കൊടുക്കുന്ന പകരം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. സോ ഞാനിതൊന്നും പബ്ലിസിറ്റിക്കായിട്ടല്ല ചെയ്തത്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ. അതിന് വിചാരിക്കേണ്ട കൊടുക്കുന്നതൊക്കെ പബ്ലിസിറ്റി ആക്കുന്നത് അതൊന്നല്ല. നമുക്കൊരു സന്തോഷമാണ് നമ്മൾ അന്യനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ ഷെയർ ചെയ്യുക, അങ്ങനെ കൊടുക്കാന്നുള്ളത്. വേറൊന്നും ഉദ്ദേശിച്ചൊന്നല്ല. അപ്പോൾ നമുക്ക് ഞാനിവിടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ ബാഗ് പാക്കിങ്. ഞാൻ പിന്നെ ഇന്നലെ കുറച്ച് കാഴ്ച തന്നിട്ടുണ്ട്, ക്യാമറത്തേതും ക്യാമറ എനിക്ക് ക്യാമറ ആൻഡ് സെൻറ്റ് സ്പ്രേ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ അത് വേറെ ബാഗിലായിരുന്നല്ലോ, ബ്ലൂ ബാഗിൽ. പിന്നെ അവർക്ക് ആൾക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് പാവപ്പെട്ടവർക്ക്, ഗൾഫിൽ ആരും ഇല്ലാത്ത, ഇപ്പം എല്ലാവരുടെ വീട്ടിലൊക്കെ ഗൾഫിലുള്ള ആൾക്കാരുണ്ട്, ചില ആൾക്കാരുടെ വീട്ടിൽ ഗൾഫിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ആരും ഒന്നും കൊടുക്കാറില്ല. അവർക്ക് വേണ്ടി അവർക്ക് ഒരു സെൻറ്റോ അങ്ങനെ ഇല്ല, അർഹതപ്പെട്ട ഒരാൾക്ക് സെൻറ്റോ അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വായി വിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്നും വേണ്ട എനിക്ക് ഒരു സെൻറ്റ് തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അവർ ചോദിച്ച് വാങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ വീഡിയോസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഞാൻ വരുമായിരിക്കും. ഇതേപോലെ എനിക്ക് കൊടുക്കാൻ എത്തിക്കട്ടെ. ഇനിയും ഞാൻ കൊടുക്കും. ഇന്ന് എൻ്റെ അനിയനോടെ ആയിരിക്കും. ഇനി എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ വന്നാൽ ഇൻഷാല്ലാ ഇതുപോലെ എനിക്ക് ഒരുപാട് പാവപ്പെട്ടവർക്കൊക്കെ ചോക്ലേറ്റ്സ് കൊടുക്കണം, തിന്നാൻ കൊടുക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കൊടുക്കാൻ ഭാഗ്യം എത്തിച്ച് കൊടുക്കട്ടെ, ഇങ്ങോട്ട് എടുക്കാനുള്ള ഭാഗ്യം എത്തിച്ച് തരാതിരിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. കൊടുക്കുന്ന കൈകളാവണമെന്ന്. അപ്പോൾ നിങ്ങളും അതേപോലെ പ്രാർത്ഥിക്കുക. എന്നും നിങ്ങൾ ഇതുപോലെ തന്നെ, ഞാൻ ഇന്ന് കൊടുത്തതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തന്നെ കൊടുക്കാനുള്ള ഭാഗ്യം എത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെ ദുവം എനിക്കുണ്ടാവട്ടെ. ഞാനും നിങ്ങൾക്ക് ദുവ ചെയ്യുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരാണുള്ളത് ഈ വീഡിയോ കാണുന്നവർ, നിങ്ങളും ഇതേപോലെ നാളെ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളെ ഭർത്താവട്ടെ ബ്രദേഴ്സ് ആവട്ടെ അധ്വാനിച്ചിട്ട് വരുമ്പോൾ അവർക്ക് നല്ലോണം കൈ കൊടുക്കാനുള്ള കൈ നിറയെ കൊടുത്തിട്ടല്ല അങ്ങോട്ട് കൊടുക്കാൻ എത്തിക്കട്ടെ. അപ്പം നമ്മൾ അങ്ങോട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് അവരെ മുഖത്തിന് സന്തോഷിച്ചാൽ, അവരെ സന്തോഷത്തരിപ്പിച്ചാൽ നമുക്കതിൽ യാതൊരു നഷ്ടമില്ല. നമുക്ക് അവരെ കൊണ്ടിട്ട് ബർക്കത്ത് ആൻഡ് റഹ്മത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും റബ്ബ് ഒന്നല്ല ഒന്ന് വഴി കാണിക്കും. അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ പേര് പബ്ലിസിറ്റിക്ക് കൊടുക്കാതെ അർഹതപ്പെട്ടവർ കയ്യിൽ എത്തിക്കാൻ നോക്കുക. അർഹതപ്പെട്ടവർ കയ്യിൽ എത്തുമ്പോൾ ഉണ്ടല്ലോ അവർ പ്രാർത്ഥന സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെ ഇപ്പോൾ ഇന്ന് ഫാമിലിൻ്റെ വീട്ടിലൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ കൊടുക്കുക, അങ്ങനെയൊക്കെ പ്ലാനുണ്ട് കേട്ടോ. നോക്കാം എന്തൊക്കെയാവുന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇത് എല്ലാവർക്കും കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ വലിയ ഷുഗർ പേഷ്യൻ്റ് ഉള്ളവർക്ക് അവർക്കൊരു ചോക്ലേറ്റ് തിന്നണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ, അവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കൊടുക്കാം. അപ്പോൾ എന്തായാലും എന്നിട്ട് വീഡിയോസിൻ്റെ അവസാനിപ്പിക്കുന്നുണ്ട്. ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുമായിരിക്കും. അതുവരെ ബൈ.